മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശുഭഗ്രഹമായ വ്യാഴം മെയ് 1-ാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ്. ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഗുരു ഇടവത്തിൽ വർഷം 2025 മെയ് 14-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. ഗുരു ധനം, ഭാഗ്യം, സന്താനം, വിദ്യാഭ്യാസം, ആധ്യാത്മികത, വിവാഹം എന്നിവയുടെയെല്ലാം കാരകനാണ്. ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക, ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി, ചൊവ്വയുടെ നക്ഷത്രമായ മകയിരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ 3 നക്ഷത്രങ്ങളുടെയും അധിപന്മാർ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. ഇടവം രാശിയിൽ ഗുരു മെയ് 7-ാം തീയതി മുതൽ ജൂൺ 6-ാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും. അതുപോലെ 2024 ഒക്ടോബർ 9-ാം തീയതി മുതൽ 2025 ഫെബ്രുവരി 4-ാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മകരം രാശിക്കാരുടെ 3ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. രാശി മാറുന്നത് 5-ാം ഭാവത്തിലേക്കാണ്. 5-ാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഇത് സന്താനവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്നും 7-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ കോമ്പിനേഷൻ സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹ പ്രായമായ സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള എല്ലാ സാധ്യതകളും കാണാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ വിവേചന ശക്തി വർദ്ധിക്കുന്നതായിരിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. 5-ാം ഭാവം ബുദ്ധിയുടേതുമാണ്. ബുദ്ധിപൂർവമായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ലക്ഷ്മി ത്രികോണസ്ഥാനമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനും ഇടയാകുന്നതായിരിക്കും. ഗുരു 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. ഈ സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. ഗുരു 3-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും. ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവസാനിക്കുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ ദൃഷ്ടി കൂടുതലും ശുഭഫലങ്ങളാണ് നൽകുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടി അമൃത് വർഷിക്കുന്നതാണ് എന്നാണ് ജ്യോതിഷത്തിൽ വിവരിക്കുന്നത്. ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളെ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും എല്ലാ കാര്യങ്ങളും ശുഭകരമായി പരിണമിക്കുന്നതുമായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വിദേശയാത്രകളും മറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും.
ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഈ സമയത്ത് കരിയർ, ബിസിനസ് എന്നിവയിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ് കൂടാതെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്ക് പോലും അവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. 11ാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. സമ്പത്ത്, ഐശ്വര്യം എന്നിവയിലും പ്രതീക്ഷിച്ചതിലും അധികം ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി ലഗ്നത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ വരാനിടയാക്കുന്നതും അത് മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം മകരം രാശിക്കാർക്ക് 7.5 ശനിയുടെ ഈ സമയത്ത് വളരെ ആശ്വാസം പകരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.